മേക്കുലർ എഡിമ എന്ന് പറഞ്ഞാൽ വ്യക്തമാണല്ലോ. അതായത് മേക്കുലർ ഏരിയയിലെ കണ്ണിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ നീർക്കെട്ട്, ഞരമ്പിൽ നീർക്കെട്ട് എന്ന് സാധാരണ രീതിയിൽ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നനുസരിച്ചിരിക്കും രോഗം മാറാനുള്ള സാധ്യതയും അതിൽ ചികിത്സാ രീതികളൊക്കെ. അതാണ് സത്യം. പക്ഷെ ഇവിടെ അതിന് വിജയസാധ്യത എത്രത്തോളം എന്നാണ് എല്ലാവരും സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഏത് രോഗത്തിനും അതിൻ്റേതായ ചില റൂട്ട് കോസ് ഉണ്ട്. ഒരു രോഗം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് വെസൽസിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് മേഖലയിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അതിനുള്ള കാരണത്തെ കൂടി കണക്കിലെടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ചികിത്സയുടെ സാധ്യതയെ പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചില രോഗങ്ങൾ, കണ്ണിലെ ചില മറ്റ് രോഗങ്ങളും അല്ലെങ്കിൽ മറ്റ് ചില ശാരീരിക രോഗങ്ങളും ഇത്തരം ചേഞ്ചസ് വെസൽസിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ, അതായത് ഓവിയൈറ്റിസ് അല്ലെങ്കിൽ പിന്നെ ചില ഇൻഫ്ലമേഷൻസ്, ഐറൈറ്റിസിനുള്ള ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ കണ്ണിലുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടൊരു മേക്കുലർ എഡിമ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചില സാങ്കേതിക രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതുപോലെയുള്ള ചില രോഗങ്ങൾ ഒക്ലൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു, വെസൽസിനെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടൊരു മേക്കുലർ എഡിമ വരുമ്പോൾ അവിടെയും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അതിൻ്റെ ക്രോണിസിറ്റിയും അതിൻ്റെ റൂട്ട് കോസും ഒക്കെ നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ സാധ്യതയെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആയുർവേദത്തിലെ ചികിത്സയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആയുർവേദ ഐ ഹോസ്പിറ്റലിൽ ഇതിനെ കാണുന്നത് ഒരു ഒരു പ്രത്യേക ഒരു കണ്ണിൽ മാത്രം രോഗമായിട്ടല്ല, ആ സർക്കുലേഷന് വരുന്ന ഡിഫക്റ്റിനെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു ചികിത്സ, ഒരു നടപടിയാണ് ഞങ്ങൾ ആദ്യം എടുക്കുന്നത്. അതായത് മെയിൻറ്റെയിൻ ചെയ്യുക, വാസ്കുലാരിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് അപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യത അവിടെ തടയപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്ക് വീണ്ടും വരാനുള്ള ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഫുഡ് പാറ്റേണും ഒക്കെ ശ്രദ്ധിച്ചാൽ ആ പോസിബിലിറ്റി, വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ തടയാനോ സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ റെറ്റിനയെ നമ്മൾ ഹെൽത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബലപ്പെടുത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് സെക്കൻഡ് ലെവലൊരു അഷുറൻസ് ആണ്. റെറ്റിനൽ സെല്ലുകൾക്ക് വേണ്ടത്ര ശക്തി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ണിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ ഫങ്ഷണൽ കപ്പാസിറ്റിയെ ബാധിക്കാതിരിക്കാനോ ഉള്ള രീതിയിൽ നമുക്ക് റെറ്റിനെ ബലപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ 2 രീതിയിലുള്ള സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ അതിൻ്റെ ശരിയായ ചികിത്സയാവുള്ളൂ. അത് രണ്ടും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതെനിക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ കഴിയും. മിക്കവാറും അവർക്ക് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ടാത്ത രീതിയിൽ തന്നെയാണ് എത്തുന്നത്. പക്ഷേ ആ പോസിറ്റീവ് ഫാക്ടേഴ്സ് വീണ്ടും വീണ്ടും തുടരുകയാണെങ്കിൽ നമുക്ക് ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ലെവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ഒക്കെ വേണ്ടി വരാം.